എക്സ്പ്രഷനൊക്കെ ഇട്ട് കഴിക്കുക ഏറ്റവും കേറ്റു ഹായ് പറഞ്ഞേ. നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? കാഞ്ചൻബറി. ഞങ്ങളിവിടെ വരെ വന്നു വണ്ടി കൊണ്ട്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയത്. ഇവിടെ വന്നപ്പോൾ അങ്ങോട്ട് ഇതില്ല. Don't stand up or move around because you might fall in. There's only one life jacket. Only one, unfortunately. So I can't see for you. As captain, it's my duty to go down with the ship. So hopefully I'll get one of the children, but if not, maybe one of the adults can save the children afterwards. Fingers crossed. Mind your heads for low bridges. Thank you. If you have any questions or anything, please just ask. All questions are welcome. For now, just mind your heads, everybody. Yeah. ചേട്ടാ എടുത്തോ. So what have you guys been doing in Canterbury? Is it mostly walking around or? Yeah, very nice. Yeah. ഏറ്റവും ഇവിടെ നോക്ക, വീഡിയോ എടുക്കുക എല്ലാവരും നോക്ക. കേടു കേടു അമ്മ അടുത്ത്. But it turns out in Welsh, Avon just means river. So the most common river name in England is River River. Which happens a lot in English. Like naan bread, masala spice chai tea, Soviet Union, a lot of double naming in English. Very, very stupid. This one's even lower. The oldest bridge, from the Romans, from 50 AD. So it's 1,970. Very, very old. Okay, 1, 2, birthday to you. Happy birthday to you. Happy birthday, dear Binu Chintan. To you. To you.
Thank you very much. Hello. സമയം കൊടുത്തു വിട്ടോ. 1, 2, 3, start. സമയം കൊടുത്തു പോ, സമയം കൊടുത്തു പോ. ഓ സെമി ഫൈനൽ. 2, 3, start. ആരുടെ കാശാണേ ആരുടെ കാശാണേ. പള്ളിയുടെ ടൂറിനെ പറ്റി 2 വാക്ക് പറഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു 2 ദിവസം? നിങ്ങൾ എങ്ങനെ? ദിവസം പോയതറിഞ്ഞില്ല. നല്ല അക്കോമഡേഷൻ, നല്ല ഓർഗനൈസേഷൻ, എല്ലാം അടിപൊളിയായിരുന്നു. ശരിക്കും എക്സ്പ്ലോർ ചെയ്തു. പിന്നെ വൈകുന്നേരം വൈകിട്ടത്തെ പ്രോഗ്രാം, അത് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്ത സന്തോഷേട്ടനാണ്. അതൊക്കെ വളരെ അടിപൊളിയായിട്ട് കോർഡിനേറ്റ് ചെയ്തു. അപ്പം പള്ളിയുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യത്തെ ടൂറും ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് നടത്തി തരുവാനായിട്ട് സന്തോഷമായിട്ടും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. How was the trip? English പറഞ്ഞു. The trip was really good. It was really nice to spend time with everyone, especially from church. I hope everyone else had an amazing time too. And yeah, I can't wait to do this next time. All right, okay. See you. Thank you. ദേ എൽദോസേട്ടൻ പള്ളിയുടെ മുൻ ട്രസ്റ്റി 2 വാക്ക് പറഞ്ഞേ. പള്ളി അടിപൊളി. ഇപ്പോഴും ട്രിപ്പിനെ കുറിച്ച് 2 വാക്ക്. എങ്ങനെയുണ്ടായിരുന്നു? എൻജോയ് ചെയ്തില്ലേ 2 ദിവസം? അടിപൊളി, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അടുത്ത പ്രാവശ്യം നമ്മൾ 3 ദിവസത്തേക്ക് ആക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. അടിപൊളി. മിനിച്ചേണ്ട പാട്ട് കേട്ടോ. അത് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഓക്കെ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ ഞാൻ ഓടിപ്പാഞ്ഞെടുക്കും. ഞാൻ ഇതിക്കിടെയൊക്കെ ഓടിപ്പാഞ്ഞെടുക്കും. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ടൂറ് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. ഓക്കെ, ഗുഡ്. ഓക്കെ, എൻജോയ് ചെയ്തോ? ഓക്കെ, അടുത്ത പ്രാവശ്യം വരൂല്ലേ? അതിന് ചിലപ്പോൾ അതിന് കൺഫേംഡ് അല്ലേ? ആണോ? ഓക്കെ. എന്നാൽ സാജി ചേട്ടാ, ടൂറിനെ കുറിച്ച് 2 വാക്ക് പറ. മോനെ ഓൾറെഡി പറഞ്ഞു. ഇനി ചേട്ടനും ചേച്ചിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു 2 ദിവസം ട്രിപ്പ്? ഒത്തിരി നല്ലതായിരുന്നു. ഒത്തിരി സന്തോഷം.
നമുക്ക് വീണ്ടും ഒന്നിവിടെ കൂടാൻ അത് തന്നെ അടുത്ത പ്രാവശ്യം നമുക്കൊരു 3 ദിവസത്തെ ട്രിപ്പ് 3 ദിവസത്തെ ട്രിപ്പ് ഓക്കെ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു No, 1 week. 1 വീക്ക് അത് പോസിബിൾ ആണെന്ന് അറിയില്ല, എന്നാലും നമ്മൾ നോക്കും. വിൽ ട്രൈ അവർ ബെസ്റ്റ്. അമ്മച്ചി അമ്മച്ചി നാട്ടിൽ നിന്ന് വന്നാണ്. അടിപൊളിയായിട്ട് അമ്മച്ചി എൻജോയ് ചെയ്തില്ലേ? പിന്നെ ആ? അമ്മച്ചി എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് കാര്യങ്ങളാണെങ്കിലും? എല്ലാവരുടെയും സഹകരണമാണ് ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് തോന്നുന്നത്. അത് ഈ സ്പോൺ ചർച്ചിന്റെ ഒരു പ്രത്യേകത. പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ് പള്ളിയിൽ നിന്ന് എല്ലാവരും ഒരേ മക്കളെ പോലെ. അതെ അതെ, ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ്. ഓക്കെ, നിനക്ക് ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? അടിപൊളിയല്ല? ട്രിപ്പ് അടിപൊളിയായിരുന്നു. ട്രിപ്പ് അടിപൊളിയായിരുന്നു എല്ലാ വർഷവും ഇതുപോലെ തന്നെ. അത് തന്നെ. സന്തോഷമായിട്ട് അവിടെ നിന്ന് പക്ഷെ നമുക്ക് സ്വിറ്റ്സർലൻഡ് വല്ലതും പോട്ടെ സ്വിറ്റ്സർലൻഡ്. ഓക്കെ അടുത്ത ആയിട്ട് നമ്മള് ഓക്കെ. പക്ഷെ ഒരു കാര്യം എടുത്തു പറയേണ്ട സന്തോഷമായിട്ട് ഗെയിമൊക്കെ ഒരു പ്ലാൻ ചെയ്ത് അത് തന്നെ അടിപൊളി. അതെന്നു വെച്ചാൽ യൂത്തില് ദുബായിലെ യൂത്ത് അസോസിയേഷനിലൊക്കെ വർക്ക് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് അത് എടുത്തു പറയേണ്ടതാണ്. അതൊക്കെ ഇവിടെയും വന്ന് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. ഇനിയും ശ്രമിക്കണം. ഓക്കെ, അതുപോലെ അടിപൊളിയാക്കി എല്ലാം എടുത്തു. പിന്നെ ഫുഡിന്റെ കാര്യങ്ങളാണെങ്കിലും ബാബുച്ചേട്ടൻ സാനി ചേച്ചി എല്ലാവരും അവരുടെ എഫർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു താങ്ക് യു പറഞ്ഞേരെ. കേറ്റുവിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു കേറ്റു? നല്ലതായിരുന്നോ? എൻജോയ് ചെയ്തോ? ഏറ്റവും എൻജോയ് ചെയ്തെന്നാ? ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഈ ട്രിപ്പില്? ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാനായിട്ട് സാധിച്ചു അല്ലേ? അത് തന്നെ അടിപൊളി. ഓക്കെ, നീ നെക്സ്റ്റ് ടൈം വന്നോ ടൂറിന്? ഓക്കെ, ഓക്കെ, ഒന്ന് ഐസ്ക്രീം കഴിച്ചോ? ഒന്നുമില്ല. ഓക്കെ, എങ്ങനെ ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഓക്കെ 2-3 ദിവസം വേണമായിരുന്നു. ഓക്കെ, എങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവൂലേ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു മിഷേൽ പറഞ്ഞേ? സുഖമായിരുന്നു. ഏറ്റവും എൻജോയ് ചെയ്തേതാ ട്രിപ്പിൽ? ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തെന്താ? ബേബിയോ? ഓക്കെ. ഫ്രണ്ട്സിനോട് കളിക്കാൻ കിട്ടിയത് ഒരു നല്ല ഇതല്ലേ, എക്സ്പീരിയൻസ് അല്ലായിരുന്നോ? ഓക്കെ, എൻജോയ് ചെയ്തില്ലേ? ഓക്കെ, ഉണ്ടായിരുന്നു ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു? ടയർഡായിട്ടില്ല. ഫുഡ് കാര്യങ്ങള്? ഓക്കെ, ഇന്നലത്തെ ഗെയിംസ് ഒക്കെ എൻജോയ് ചെയ്തില്ലേ? എൻജോയ് ചെയ്തു. ഓക്കെ, അടിപൊളി. സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റേ അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു. അടുത്ത പ്രാവശ്യം ട്രിപ്പിന് കാണാം. ഒന്ന് പറ, 2 വാക്ക് പറയൂ. 2 വാക്ക് പറഞ്ഞു. ഷൈനി ചേച്ചി 2 വാക്ക് പറയും. എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറയാനാ, ഭയങ്കര 2 ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും സന്തോഷമായിട്ട് എല്ലാരും കോപ്പറേറ്റ് ചെയ്ത് ഒരു ബർഡനും ഒന്നും തോന്നിയില്ല. എല്ലാം നന്നായിട്ട് കൂടെ വന്ന എല്ലാവരും ഒരു ഫാമിലി പോലെ ക്ലീനിങ്ങും എല്ലാം പെട്ടെന്ന്. നമ്മൾ ഇത്രയും 2 ദിവസം ഉണ്ടായിരുന്നിട്ടും നമ്മൾ കുക്കിംഗ് എല്ലാം ചെയ്തെങ്കിലും ഒരു ടയർഡ്നെസ് ഒന്നും തോന്നിയില്ല. കാരണം ഒരു ടീമായിട്ട് ഇത് അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ ഒന്നുമില്ലാതെ എല്ലാവരും ഒരുപോലെ സഹകരിച്ച് ചെയ്തുകൊണ്ട് ഭയങ്കര സക്സസ്. അടുത്ത വർഷം 3 നൈറ്റ് സ്റ്റേ വേണം. ഓക്കെ, അടിപൊളി. അഭിഷേടാ നിക്ക്, 2 വാക്ക് ടൂറിനെ കുറിച്ച് പറ. എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തോ? എങ്ങനെ ഉണ്ടായിരുന്നു? വെരി ഗുഡ്. ഓക്കെ, എടാ നിങ്ങൾ എൻജോയ് ചെയ്തോടാ? ഹൗ വാസ് ദി ട്രിപ്പ്? ഗുഡ്. ഓക്കെ, താങ്ക് യു. അടിപൊളി, എൻജോയ് ചെയ്തു. ഓക്കെ, അത് മതി. എന്നാ നാളാണെങ്കിൽ സെക്രട്ടറിയോട് ചോദിച്ചില്ല ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. തകർത്തു. ഓക്കെ, എൻജോയ് ചെയ്തു. തലവേദനയൊക്കെ മാറിയോ? ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം കാണൂലേ? ഓക്കെ. എന്തായാലും നമ്മുടെ ടൂറ് വളരെ ഭംഗിയായിരുന്നു. നമ്മൾ കുറച്ച് നേരം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലേസ്. ഈ പ്രാവശ്യം കുറച്ച് ആളുകൾ കുറവായിരുന്നു നാട്ടിൽ പോകുന്ന പോയി. എന്നിരുന്നാലും വന്ന ആൾക്കാരെ എല്ലാവരും എൻജോയ് ചെയ്തു. നല്ല അക്കോമഡേഷൻ ആയിരുന്നു. അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു റോബിൻ, പള്ളിയുടെ ട്രസ്റ്റി. അത്രയും മനോഹരമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റി. അവിടെ ബിനിച്ചേട്ടൻ പാത്രമായിട്ട് നടന്നു വരുന്നു. അത് കൊടുത്തോളാം. പിന്നെ പറയുകയാണെങ്കിൽ ഒരു വളരെ ഊഷ്മളമായ കാലാവസ്ഥ, വളരെ മനോഹരമായ രീതിയിൽ. പിന്നെ കാൻറ്റർബറി എന്ന സിറ്റി, മനോഹരമായ സിറ്റി കാണാനായിട്ട് സാധിച്ചു. പള്ളി കണ്ടു.
അതിന് നല്ലൊരു എന്നാ പറയുക നല്ല നല്ല ഹട്ടുകളായിരുന്നു താമസിക്കാനായിട്ട്. അതല്ല, എല്ലാവരും ഒരുമിച്ച് ഭയങ്കര സഹകരണമാണ്. എല്ലാവരും പിന്മാറാതെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വളരെ ഭംഗിയായിട്ട് വളരെ വിജയമായിട്ട് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചു. വരും വർഷങ്ങളിൽ ഇതുപോലെ തന്നെയുള്ള നല്ല സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും നമ്മളെല്ലാവരും ഇത് വീഡിയോ പിടിക്കുന്ന അരുണാണ് ഇനി അടുത്ത പ്രാവശ്യം ഇല്ല. അത് പറയല്ലേ, ഇത് ഇങ്ങനെ പറയല്ലേ. ആ ദിവസം ഞാൻ പള്ളിയിൽ വരില്ല. ഓക്കെ, നമുക്ക് നേരത്തെ ഒരു ഡേറ്റ് പ്ലാൻ ചെയ്യണം, ഒരു 5-6 മാസം മുമ്പ്. അപ്പോൾ എല്ലാവർക്കും ഓഫൊക്കെ എടുത്ത് 2-3 ദിവസം എവിടെയെങ്കിലും മാറി നിന്ന് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രാവശ്യമാണെങ്കിലും എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പാണ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലവും കാര്യങ്ങളും. പിന്നെ സ്പെഷ്യലി സ്കൂൾ ഹോളിഡേ ആയിരുന്നു, ഒരുപാട് പേര് നാട്ടിൽ പോയി, അതുകൊണ്ട് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആകെ ഒരു പരാതി എന്ന് പറയാനായിട്ട് കുറച്ച് ദിവസം കൂടി സമയം പെട്ടെന്ന് ഓടിപ്പോയതുപോലെ ഒരു ഫീലാണ് എല്ലാവർക്കും. കാരണം എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ദിവസം അതാണ് പറഞ്ഞത്, നമ്മൾ ഒരു 5-6 മാസം മുമ്പ് ഡേറ്റ് കൺഫേം ചെയ്താലാണ് ആൾക്കാർക്കെല്ലാം ഓഫ് എടുക്കാനും കാര്യങ്ങൾക്കും പറ്റുള്ളൂ. അപ്പോൾ ആരെയും ബ്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ആഫ്റ്റർ ഓൾ എല്ലാം അടിപൊളിയായിരുന്നു. അടിപൊളി അക്കോമഡേഷൻ, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട്, ഫുഡാണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ അടിപൊളിയായിട്ട് നടത്തി തന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു ബാബു ചേട്ടൻ, സാനി ചേച്ചി ആൻഡ് ടീം, എല്ലാവരോടും. ഓക്കെ ഓക്കെ, എല്ലാവരും അതിൻ്റെ പിന്നിൽ ഏകോദര സഹോദരങ്ങളെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ച് ഈ പരിപാടി വളരെ ഭംഗിയാക്കി തന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും സെൻറ്റ് ഗ്രിഗോറിയോസ് ജേസോസി ഈസ്റ്റ് ബോണ്ടിൻ്റെ പേരിൽ ഞാനത് നേർന്നുകൊള്ളുന്നു. അപ്പം ഇനി നമ്മൾ ചെക്കൗട്ടാണ്, അതിനുള്ള സാധനങ്ങളൊക്കെ ഇനി അടുപ്പിച്ച് വണ്ടിയിൽ കയറ്റണം. അപ്പോൾ അതുവരേക്കും നന്ദി, നമസ്കാരം. ഓക്കെ.